എനിക്ക് പണ്ട് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ വൈറ്റ് കാർഡ്സിൽ ഇങ്ങനെ എഴുതി വെക്കുന്ന ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു. സോ ഐ തോട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ ഓർത്തു. സോ ടുഡേ വിൽ ടോക്ക് അബൌട്ട് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. സോ ഈ കോൺസെപ്റ്റ് എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ആൻഡ്രൂ കർബി എന്ന് പറയുന്നൊരു യൂട്യൂബറിൻ്റെതായിരുന്നു. സോ ഇറ്റ്സ് അബൌട്ട് ഐ തിങ്ക് 3-4 years ബാക്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് സന്തോഷം തരാൻ പറ്റിയ ഒരു സാധനം നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ട് പിന്നെ മതി എന്ന് ഡിസൈഡ് ചെയ്യുന്ന കപ്പാസിറ്റിക്കാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ ദാറ്റ് നമ്മൾ ഒരു വെയിറ്റ് ലോസ് ജേർണി ചെയ്യുക, ഒരു 5 കിലോ കുറയ്ക്കണം, 3 മാസത്തെ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പ്രോഗ്രാമിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു ചീറ്റ് ഡേ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. പെട്ടെന്ന് ഇന്നൊരു ക്രേവിങ് വന്നു. ഇന്ന് കറക്റ്റ് ആരോ വീട്ടിൽ വന്ന് കുറച്ച് ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്നൊരു ക്രേവിങ്, ടെൻഡൻസി അത് കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ അത് കഴിച്ചാൽ നമ്മുടെ ആ വെയിറ്റ് ലോസ് ജേർണീനെ അത് ഹിൻഡർ ചെയ്യുക, സ്ലോ ആക്കുക. നമ്മുടെ ബ്രെയിൻ പലതും പറയും, അത് ജസ്റ്റ് ഒരു പീസ് അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് എന്ത് സംഭവിക്കാൻ പോകുന്നതാണ്, ഇത്രയൊക്കെ ഞാൻ ഡയറ്റ് ചെയ്തില്ലേ, 2-3 ദിവസം ഞാൻ ചെയ്യുമല്ലേ. ഇതിനെ ഓവർകം ചെയ്ത് നമുക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ ആ കറക്റ്റ് സമയത്ത് കഴിക്കത്തുള്ളൂ എന്നുള്ളൊരു ഡിസിഷൻ, ആ ഒരു ഡിസിപ്ലിൻ എടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റിക്കാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നൗ വെയിറ്റ് ലോസ് ഇസ് എ വെരി സിമ്പിൾ എക്സാമ്പിൾ. ഇത് നമ്മുടെ ലൈഫിൽ പല 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 ആസ്പെക്ട്സിലും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തോരം ടൈം ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ തന്നെ യൂട്യൂബിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്തായിരിക്കും ഈ വീഡിയോ കണ്ടത്. സോ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനെ ഒരു സ്കില്ലായിട്ട് കണ്ടാൽ മതി. Just like anything, just like playing the guitar or even calisthenics or any sport. ഏത് സ്പോർട്ട് എടുത്താലും ആരും തുടങ്ങുമ്പോൾ അങ്ങനെ മാജിക്കലി നെക്സ്റ്റ് ലെവലായിട്ട് വരത്തില്ല. റെയർ കേസസ് ഉണ്ട്, ബട്ട് നമുക്ക് ആ റെയർ കേസസിനെ പറ്റി ഇപ്പോൾ ഡിസ്കസ് ചെയ്യണ്ട. അപ്പോൾ ലെറ്റ്സ് ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് നമ്മുടെ വെയിറ്റ് ലോസ് ഗോൾ തന്നെ. അപ്പോൾ നമ്മൾ വെച്ചു 2 weeks കഴിയുമ്പോൾ നമുക്ക് ചീറ്റ് ഡേ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ 3 days ആയിട്ടുള്ളൂ. പെട്ടെന്ന് ആ സ്നാക്സ് വന്നു, ചോക്ലേറ്റ് എത്തി അല്ലെങ്കിൽ എവിടെ നിന്നോ വന്നു, അപ്പം കഴിക്കാനൊരു ടെൻഡൻസി വന്നു. നമ്മൾ അതിനെ ഒന്ന് ഓവർകം ചെയ്ത് വെയിറ്റ് ചെയ്ത് ആ 2 weeks കഴിയുമ്പം കഴിക്കുമ്പോഴുള്ള ഒരു ഗുണമുണ്ട്. നമ്മുടെ ബ്രെയിനിൽ തന്നെ ഇതിനെ റീഇൻഫോഴ്സ് ചെയ്യും. അതായത് നമ്മളെ കൊണ്ട് ഇത് പറ്റി, കഴിക്കാൻ തോന്നി, പക്ഷെ നമ്മൾ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ തന്നെ അത് വരും, നമ്മളെ കൊണ്ടപ്പോൾ ഇത് പറ്റുമല്ലേ എന്നുള്ളൊരു ചിന്ത വരും. സോ നെക്സ്റ്റ് ടൈം ഇറ്റ് ബിക്കംസ് ഈസിയർ. അടുത്ത 2 weeks കുറച്ചുകൂടി ഈസിയോ, അത് കഴിഞ്ഞുള്ള 2 weeks കുറച്ചുകൂടി ഈസിയോ. അങ്ങനെ ചെയ്യുമ്പം ലിറ്ററലി നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്തിട്ട് ഒരു പുതിയ ഫോമിലോട്ട് നമ്മൾ ആക്കുക, ബിക്കോസ് ഓഫ് ദിസ് ആക്ഷൻ ഓഫ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. നോ ഇഫ് യു ക്യാൻ ഡൂ ദിസ് ഫോർ വെയിറ്റ് ലോസ്, വാട്ട് ഹാപ്പൻസ് ഇസ് ലൈഫിലെ ബാക്കി ആസ്പെക്ട്സിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ റിമെമ്പർ, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഒരു സൂപ്പർ പവറാണ് ലൈഫിൽ. ആൻഡ് ഇറ്റ് ഈസ് എ സ്കിൽ. ആർക്ക് വേണം ഡെവലപ്പ് ചെയ്തെടുക്കാം, പക്ഷേ പ്രാക്ടീസ് ചെയ്ത് ചെയ്യണം. ഓക്കെ.